ഹലോ, വെൽക്കം ടു വാട്സ്യം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്നൊരു ചെറിയ ഗാർഡനിങ് വീഡിയോ ആണ്. നമുക്കിവിടെ മാർച്ച് ആയി. അപ്പോൾ പിന്നെ കോൾഡ് ഹാർഡി വെജിറ്റബിൾസ് കുറേ എണ്ണം നടാം. സാധാരണ ഞാൻ ഭയങ്കര ലേറ്റായിട്ട് ആണ് നടല്. അത് കാരണം ചൂട് കാരണം ഈ പച്ചക്കറികളൊന്നും വളരില്ല. ഇപ്പോൾ നല്ല വെതറാണ്. കറക്റ്റ് ഓർത്ത് ഇത്തവണ ചെയ്യുകയാണ് കേട്ടോ സമയത്തിന്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മുടെ സ്പ്രിങ്ങിൻ്റെ ആദ്യത്തെ പൂക്കൾ പൂത്തു തുടങ്ങി. ക്രോക്കസ് എന്നാണ് ഇതിന് പറയുക. ഇത് അടഞ്ഞു തുടങ്ങി കേട്ടോ. സന്ധ്യയായില്ലേ, അത് കാരണം വെയിൽ വരുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് തുറക്കുക. ഇത് മെയിനായിട്ടും വയലറ്റിൻ്റെ പല ഷെയ്ഡുകൾ, യെല്ലോ, വെള്ള, അതൊക്കെയാണ് ഇതിൻ്റെ കളറുകൾ. നമ്മുടെ കുങ്കുമം ഒരു ടൈപ്പ് ഓഫ് ക്രോക്കസ് ആണ്, പക്ഷെ ഇപ്പോൾ ബ്ലൂം ചെയ്യുന്നതല്ല കേട്ടോ. ഫോളിൽ ബ്ലൂം ചെയ്യുന്നതാണ് കുങ്കുമം, സാഫ്രൻ. ഇതിൻ്റെ കളേഴ്സൊക്കെ ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ അറിയില്ല. നല്ലൊരു വയലറ്റ് കളറോ, ആ യെല്ലോ സെൻറ്റർ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഞങ്ങളുടെ ഗാളിക്ക് കാണിച്ചു തരാം. ഇതെല്ലാ ബെഡിലും ഞാൻ ഗാളിക്ക് നട്ടാണ്. അഗൈൻ ഇതും ഭയങ്കര പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തിട്ട് ലേറ്റ് ആയിപ്പോയി നടാനായിട്ട്. ഡിസംബർ ക്രിസ്മസ് ആ സമയത്താണ് നട്ടേക്കുന്നത്. കാരണം ഇത്രയും വലുതായിട്ടുള്ളൂ. ഇത് ആക്ച്വലി ലേറ്റ് നവംബർ അല്ലെങ്കിൽ ഏർലി ഡിസംബറിൽ നടേണ്ട സാധനമാണ്. നമ്മൾ ആദ്യം തന്നെ ഉള്ളിയാണ് നടാൻ പോണേ. ഉള്ളി രണ്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് വിത്തെന്നും ഒന്ന് ഇത് ഈ സ്റ്റാർട്ടർ സെറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയാന്ന് വിചാരിക്കും, പക്ഷേ ചെറിയ ഉള്ളി അല്ല കേട്ടോ. ഇത് വലുതാവും. അതിൻ്റെ സ്റ്റാർട്ടർ സെറ്റ് എന്നാണ് പറയുക. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേഗം വളർത്തും. വിത്തുന്നാണെങ്കിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഫോളിൽ ഇടണമായിരുന്നു, അതൊന്നും ചെയ്തില്ല. അത് കാരണം സ്റ്റാർട്ടർ സെറ്റ്സ് എന്നാണ് ഞാൻ എപ്പോഴും ഉള്ളി വളർത്തുന്നത്. ഞങ്ങൾ വെർജീനിയ സോൺ 7A ആണ്. ഇപ്പോൾ ഞങ്ങൾക്ക് മിഡ് മാർച്ചിലാണ് ഉള്ളി നടേണ്ട ടിപ്പിക്കൽ സമയം. അപ്പം ഇതിപ്പോൾ കുറേ ഉള്ളിയുണ്ട്. ഞാൻ ഈ ഗാർലിക്കിൻ്റെ ഇടയിൽ കൂടി നടുകയാണ്. ബിക്കോസ് രണ്ടും ഓൾമോസ്റ്റ് ഒരേ സമയത്ത് റെഡിയാവുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇവർ പറഞ്ഞേക്കുന്നത് സ്പേസിങ് 1 to 2 ഇഞ്ചസ് താഴേക്ക് നടുക, പിന്നെ 3 to 4 ഇഞ്ചസ് ഗ്യാപ്പ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് 3 ബെഡിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് നടാൻ പോകണം. മുഴുവൻ നടാൻ പോകണം കേട്ടോ. ഇത് മുഴുവൻ നിറച്ചുണ്ട്. ഉള്ളി പ്ലാന്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതുപോലെ ഒരു ട്രെഞ്ച് ഉണ്ടാക്കിയിട്ട് അവിടെ ഈ 2-3 ഇഞ്ച് വ്യത്യാസത്തിൽ നിറയായിട്ട് അതിൻ്റെ ബൾബ് പ്ലാന്റ് ചെയ്യാം. കണ്ടോ? അങ്ങനെ നമ്മുടെ 100ാമത്തെ അണിയൻ ബൾബ് നട്ടു. 100 അണിയൻ ബൾബായി ഇന്നത്തെ. ഇനി ഹോപ്പ്ഫുള്ളി ഇതിൽ മെജോറിറ്റി മുളച്ച് ഉള്ളിയായിട്ട് വരുന്നു വിചാരിക്കണം. അടുത്തത് നടാൻ പോകുന്നത് ലെറ്റസ് ആണ്. എനിക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ഇത്രയും ലെറ്റസിൻ്റെ വിത്തുണ്ടെന്ന്. ഓക്കെ, ഇത് ഇഗ്ലൂ ലെറ്റസ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുപോലെ തന്നെ സമയം മാറി ലേറ്റായിട്ട് നട്ടതാണ്. അതാണ് ഓപ്പൺ ചെയ്ത പാക്കറ്റുകൾ രണ്ടെണ്ണം. ഇത് ലിറ്റിൽ ജെം ലെറ്റസ്, തുറക്കാത്ത പാക്കറ്റുകൾ. ഗോർമേ ബ്ലെൻഡ്, ബോപ്പി ബിബ്. ഇല്ല ഒന്നും പോക്കടവില്ല, ഒന്നും തുറന്നിട്ട് പോലുമില്ല. ഇതേതാത് ബ്ലാക്ക് സീഡഡ് സിംസൺ. നമ്മുടെ ഗാർഡനിങ് സീസൺ തുടങ്ങി കഴിഞ്ഞാൽ കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ നിറച്ച് വിത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം കൈ തരിച്ചിട്ട് വാങ്ങുന്നതാണ്. അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് ഇത്രയൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഇത്രയും ലെറ്റസും വിട്ട്. ഇത് കൂടാതെ സ്പിനച്ച്, മസ്റ്റർഡ് ഗ്രീൻ, ഇതൊക്കെ ഉണ്ട്. എല്ലാം പച്ചലയാണ്. കേലി ഞാൻ നടന്നില്ല. കേലിൻ്റെ വിത്തും എൻ്റെ അടുത്തുണ്ട്. കേല് കഴിച്ച് ഞങ്ങൾക്ക് മതിയായി. അപ്പോൾ ഇതിപ്പോൾ ലെറ്റസ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കറക്റ്റ് ഈ സമയത്ത് നടണം. ഇല്ലെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ മുളക്കുകയില്ല, ഇത് വളരെയില്ല. ചെറിയ വിത്താണ് ഇത്. കുറേശ്ശെ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കൺട്രോൾ എനിക്ക് ഗ്ലൗസൊന്നും കിട്ടില്ല. തുറന്ന പാക്കറ്റ് മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഫുൾ ടൈം ഇടവിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്രോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആഴ്ചയും വിത്ത് നട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ ഈ ആഴ്ച വന്ന് നട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ് നട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് 10 ദിവസം കഴിഞ്ഞിട്ടല്ലേ മെച്യൂർ ആവുള്ളൂ, പറിക്കാനാവുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ടൈപ്പിൻ്റെ 2 റോ നടുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ വന്നിട്ട് മറ്റേ ബെഡിൽ 2 റോ നടും. അപ്പോൾ പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലെറ്റസ് കിട്ടും. അടുത്തത് ബീട്രൂട്ടാണ്. എൻ്റെ അടുത്ത് 2 വെറൈറ്റി ഉണ്ട്. ഇത് ഏർലി വണ്ടർ ടോൾ ടോപ്പ്, രണ്ടാമത്തത് ഡെട്രോയിഡ് സുപ്രീമാണ്. ഇത് താങ്ക്ഫുള്ളി വിത്ത് കുറച്ച് വലുതാണ്, കണ്ടോ. പക്ഷെ അതുകാരം നമുക്ക് ശരിക്കും ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിന് നല്ല ഗ്യാപ്പ് വേണം കേട്ടോ. ചിലപ്പം ഇപ്പം ഞാൻ കുറേ നട്ട് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൈ മുളച്ച് കഴിഞ്ഞാൽ മാറ്റി നടാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ആഴ്ചയ്ക്ക് ഓരോരോ ബാച്ച് ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പച്ചക്കറി പറിക്കാൻ കിട്ടും. അടുത്ത് നമ്മൾ 2 കാര്യമാണ്. ഒന്ന് ക്യാരറ്റ്, ഒന്ന് ബഞ്ചിങ് അണിയൻ. ഇത് ബഞ്ചിങ് അണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാലിയനായിട്ട് ഉപയോഗിക്കാം. ഇത് ആക്ച്വലി കുറച്ച് തണുപ്പ് മാറിക്കഴിഞ്ഞിട്ട് നട്ടാലും കുഴപ്പമില്ല. എനിക്ക് ചൂടത്തും ഇത് മുളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റ് പക്ഷേ തണുപ്പ് ക്യാരറ്റ് ഡെഫിനറ്റ്ലി വേണം. വിത്ത് വളരെ ചെറുതാണ്. ഇത് പക്ഷേ അടുപ്പിച്ചടുപ്പിച്ച് പാടില്ല ക്യാരറ്റ്. അപ്പോൾ ഇനിയിപ്പം മുളച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ തിന്നിയണം. ബിക്കോസ് ക്യാരറ്റിന് വളരാൻ തല ഉണ്ടാവില്ല. ക്യാരറ്റിന്
മണ്ണ് ആഴമുള്ളിടത്താണ് ക്യാരറ്റിൻ്റെ വിത്ത് നടണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആഴമുള്ള. അതുമല്ല നമ്മുടെ മണ്ണ് നല്ല എന്താ പറയുക ലൂസായിരിക്കണം, ഇല്ലെങ്കിൽ ക്യാരറ്റ് ഭയങ്കര വികൃതമായ ഷേപ്പിലൊക്കെയാണ് വരിക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മണ്ണ് ലൈറ്റായിട്ട്, അധികം ഡീപ്പായിട്ടൊന്നും ഇതൊന്നും നടണ്ട കേട്ടോ. എല്ലാം റൂട്ട് വെജിറ്റബിൾ ആയതുകൊണ്ട് താഴേക്ക് വളരാനാണ് സ്ഥലം കൊടുക്കേണ്ടത് നമ്മൾ. ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് വേണമെങ്കിൽ മണലിലോ അരിയിലോ മിക്സ് ചെയ്തിട്ടിടാം കേട്ടോ. പിന്നെ നമ്മൾ ചീര അരി ഇടുന്ന പോലെ, എന്നിട്ടും കാര്യമില്ല, എന്നാലും നിറച്ച് മുളയ്ക്കും. ഇത് നമ്മൾ എന്തായാലും തിന്നേണ്ടി വരും ക്യാരറ്റ്. ഓക്കെ, അടുത്തത് പീസാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കറക്റ്റ് സമയത്ത് നട്ടിട്ടില്ല. അത് കാരണം എനിക്ക് 1-2 ചെടിയോ ഉണ്ടാവുകയുള്ളൂ. അതിലാണെങ്കിൽ കുറച്ച് കായ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഉണങ്ങിയും പോകും. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇത്തവണ ഐ മൈറ്റ് ഹാവ് എ ബെറ്റർ ലക്ക്. നമ്മുടെ ഗ്രീൻ പീസില്ലേ, അതാണത്. അത് ക്രീപ്പറാണ് ഗ്രീൻ പീസ്, ഉണക്കിയ പീസ് കണ്ട. അത് ഞാനിവിടെയാണ് റെയിലിങ്ങിൻ്റെ മുകളിലേക്ക് പറത്തിയിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നട്ടേക്കുന്നത്. മുളകും തക്കാളിയൊക്കെ നടാൻ സമയമാകുമ്പോഴേക്കും ഇത് കഴിയും. ഈ പച്ചക്കറിയൊക്കെ നമുക്ക് പറിക്കാറാവും. അപ്പോൾ എനിക്ക് ബെഡ് റീയൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് സ്പ്രിംഗ് അണിയൻ്റെ സീഡാണ്, എള്ള് പോലത്തെ. ഇതും കെയർഫുള്ളി ഇടുക. ഇത് പക്ഷേ ആക്ച്വലി അധികമൊന്നും വേണം കേട്ടോ. നമ്മൾ ഗ്രീൻ അണിയൻ മുറിക്കില്ല, അതുപോലെ തന്നെ തണ്ടത് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വളരും. അത് കാരണം അത്രയും ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്, അൺലെസ് യു യൂസ് സ്കാലിയൻസ് ക്വൈറ്റ് എ ബിറ്റ്. ഇത് മസ്റ്റേർഡ് എന്ന് പറയുന്ന ലീഫി വെജിറ്റബിളാണ്, നമ്മുടെ കടുകല്ല കേട്ടോ. ഇത് സ്പിനച്ച് പോലെ തന്നെ യൂസ് ചെയ്യാം. ഇതിൻ്റെ വിത്ത് ശരിക്കും കടുക് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കടുകിൻ്റെ ഫാമിലി തന്നെയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അത് കാരണം ഒരു റോ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇവിടെ ലൈനായിട്ട് ഇടാമ്പോൾ ലാസ്റ്റ് റാഡിഷാണ്. ഇതിൻ്റെ കുട്ടി റാഡിഷാണ്. ഇതിൻ്റെ പേര് സ്പ്ലാക്ലർ. കഴിക്കാൻ തണുപ്പ് വേണം, നന്നായിട്ട് വേണം ഇതിന്. ബിക്കോസ് ഞാനിത് ചൂടത്തിട്ട് നോക്കിയിട്ട് വളമറ്റില്ല, അനുഭവമാണ്. ബീറ്റ്റൂട്ട് പ്ലാന്റ് ചെയ്ത പോലെ തന്നെ പ്ലാന്റ് ചെയ്യാം. ഇതിൽ ആക്ച്വലി കുറച്ച് വിത്തേ ഉള്ളൂ, കണ്ടാവോ, ഈ കടുക് പോലത്തെ വിത്തയുണ്ട്. റാഡിഷിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ റാഡിഷ് വേഗം പൂക്കും, പിന്നെ കായ്ക്കും. ആ കായ്ക്കുന്നത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല, ഒരു ചെടി ഇങ്ങനെ നീണ്ടിട്ടാണ് അതിൻ്റെ കായ ഉണ്ടാവുക. അത് ചൂട് കൊണ്ട് പൊട്ടുമ്പോൾ എല്ലായിടത്തും പൊട്ടിത്തെറിക്കും, ഇത് കാടാവും. നോർത്ത് ഇന്ത്യൻസ് ആക്ച്വലി കിളുന്ത് ആ കായ വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന അറിയാം, അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം റാഡിഷ് നേരത്തെ തണുപ്പ് ഇപ്പം തന്നെ നടണം, മാർച്ച് തന്നെ നമ്മുടെ ഏരിയയിൽ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ കുറച്ച് പേർക്ക് നിങ്ങൾ ഹെൽപ്പ്ഫുള്ളായി വിചാരിക്കുന്നു. പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇഫ് യു ലൈക്ഡ് ഇറ്റ്. വൈകാതെ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.